ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു റമദാൻ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഒരു റമദാൻ ലാൻറ്റേൺ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. കാർഡ്ബോർഡൊന്നും യൂസ് ചെയ്യുന്നൊന്നുമില്ല. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ബോട്ടിലിൻ്റെ 4 സൈഡിലും ഒരു ആർച്ച് ഷേപ്പാണ് വരയ്ക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ പുറത്തെ ഭാഗത്ത് മൊത്തം ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു ആർച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു റെക്റ്റാങ്കിളും പിന്നെ ഒരു ആർച്ചുമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഭാഗത്താണ് ഞാൻ ബ്ലാക്ക് കളറ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 4 സൈഡിലും കുപ്പിയുടെ മേളിലും ഒക്കെ ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കടുകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കടുക് ഗോൾഡൻ പെയിൻറ്റിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞു ബീഡ്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു എഡ്ജിൽ, ഈ ഒരു ആർച്ചിൻ്റെ എഡ്ജിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് പണിയാണ്, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ലാസ്റ്റ് ആവുമ്പം. അപ്പോൾ ഈ കടുക് ഒട്ടിച്ചതൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ഗോൾഡൻ ലൈനർ വെച്ചിട്ട് ഞാൻ ഈ ഒരു എഡ്ജസ് ഒന്നിങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ആർച്ചിൻ്റെ മുകളിൽ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ ആ ഒരു ബ്ലാക്ക് സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ ഒന്ന് ഒരു എന്താ പറയുക ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയൊക്കെ ഓരോ സ്റ്റാറും അതുപോലെ ക്രെസൻറ്റും ഒക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പൊക്കെ അവിടെ ഇങ്ങനെ ബ്ലാക്ക് കൊടുക്കാതെ നമ്മൾ ഈ ഒരു ആർച്ച് ഗ്ലാസ് ആയിട്ട് തന്നെ ലീവ് ചെയ്തില്ലേ അതുപോലെയും ഇടാം. പക്ഷെ ഞാൻ ഈ ഇത്രയും ഭാഗം ഓപ്പൺ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ മേലെ ഭാഗം മൊത്തമായിട്ട് ബ്ലാക്ക് തന്നെ മൊത്തം വെച്ച് കവർ ചെയ്തത്. അപ്പോൾ ഇതൊരു ലാൻറ്റേൺ പോലെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആ ബോട്ടിലിൻ്റെ ആ ഒരു ക്യാപ്പ് ഞാൻ എടുത്ത് കളയാണ്. അപ്പോൾ ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്ത് കളഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഗ്യാപ്പായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഗോൾഡൻ കളർ കൊടുക്കാമെന്ന്. അപ്പം ഗോൾഡൻ കളർ കൊടുത്തപ്പം ഒരു ഓഡ് ഫീലിംഗ് ആണ്, ഒരു മാച്ച് ആവുന്നില്ല അവിടെ. അപ്പോൾ ഞാൻ പിന്നെയും അവിടെ ബ്ലാക്ക് തന്നെ കൊടുത്തു. അപ്പോൾ ബ്ലാക്കാണ് അതിന് കുറച്ചും കൂടെ ഭംഗി വരുന്നത്. ഇത്രയും ആയപ്പം നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കായിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.